നമസ്കാരം. സ്പീഡ് ന്യൂസ്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3-ന് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി VHSC പരീക്ഷാഫലം മറ്റന്നാൾ. COA പതാക ദിനം ആചരിച്ചു. തൃശൂർ കേരള വിഷൻ അങ്കണത്തിൽ COA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ പതാക ഉയർത്തി. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. എരുമപ്പെട്ടി സ്കൈ മണ്ഡപത്തിന് സമീപം താമസിക്കുന്ന അരീക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പശുക്കിടാവ് ചത്തു. വേലൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ ക്ഷീരകർഷകനായ അറയ്ക്കൽ ദേവസി ലോറൻസിന്റെ 4 ദിവസം പ്രായമായ പശുക്കുട്ടിയാണ് ചത്തത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും തീരുമാനം. പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് പുനരാരംഭിക്കാൻ ഗതാഗത കമ്മീഷണറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 13-ന് സെക്രട്ടേറിയറ്റിലേക്ക് INTUCയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. അതിരപ്പള്ളിയിൽ കാടിനുള്ളിൽ വിറക് ശേഖരിക്കാൻ പോയി കാണാതായ വയോധികയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കി. അതിരപ്പള്ളി വാഴച്ചാൽ വാച്ചുമരം കോളനിയിലെ 75 വയസ്സുള്ള അമ്മിണിയെയാണ് കാണാതായത്. കൊടുങ്ങല്ലൂരിൽ ബാങ്ക് പലിശയും കൂടുതൽ തുകയും വാഗ്ദാനം ചെയ്ത് പണ്ടം സ്വീകരിച്ച സ്ഥാപനത്തിന്റെ ഉടമ മുങ്ങിയതായി പരാതി. മേത്തല പടാക്കുളം പടിഞ്ഞാറ് പണിക്കശ്ശേരി ഫിനാൻസ് നടത്തിയിരുന്ന പണിക്കശ്ശേരി നാസറിനെതിരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത്. എങ്ങണ്ടിയൂർ പുളിക്കക്കടവ് പാറത്തിൽ നിന്ന് പുഴയിൽ ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തോയ്ക്കാവ് സ്വദേശി കടവത്ത് ദാസൻ മകൻ 29 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. പടൂക്കാട് അജ്ഞാത വാഹനമിടിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. അവണൂർ സ്വദേശി കടവാരത്ത് വീട്ടിൽ 75 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. തൃശൂർ പൂരത്തിനെത്തിയ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന ഒരാൾക്കെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. തന്നെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവം വിദേശ വനിത ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പടിയൂർ ഉലിയപുരത്ത് പണം വെച്ച് ചിട്ട് കളിച്ചിരുന്ന 10 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 60,000-ഓളം രൂപയും പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി KS നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച PS മോഹൻദാസിന്റെ 8ാം ചരമവാർഷിക ദിനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷനായിരുന്നു. SDPI മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാർ തൃശൂരും ജില്ലാ നിയമസേവന അതോറിറ്റിയും സംയുക്തമായി വ്യാഴാഴ്ച തൃശൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശില്പശാല തൃശൂർ ജില്ലാ സെഷൻസ് ജഡ്ജി PP സൈദലവി ഉദ്ഘാടനം ചെയ്യും. ചെട്ടിക്കാട് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കൊടിയേറ്റം നിർവഹിച്ചു. വനിതകളുടെ ഉന്നമനം ലക്ഷ്യവെച്ച് വെള്ളറക്കാട് ലാൻഡേൺസ് മീഡിയയുടെയും IMFAയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന കേരള പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ഫാഷൻ ഷോ മത്സരത്തിന്റെയും അവാർഡ് നൈറ്റിന്റെയും ലോഗോ പ്രകാശനം നടന്നു. ലാൻഡേൺസ് ഫാഷൻ ഷോയുടെ ബ്രാൻഡ് അംബാസിഡറും ഫേസ് ഓഫ് കേരള ഫസ്റ്റ് റണ്ണറപ്പുമായ അഞ്ജലി S. പിള്ളൈ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തെക്ക് ഭാഗം തിരുനാൾ സൗഹൃദ വേദി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. പാവറട്ടി തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗം ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരി ഭർത്താവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ പൊന്നൂക്കര സ്വദേശി കണ്ണമ്പുഴ വീട്ടിൽ സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് അച്ഛനും മക്കൾക്കും ദാരുണാന്ത്യം. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമന വീട്ടിൽ 54 വയസ്സുള്ള ശിവകുമാർ, മക്കളായ 23 വയസ്സുള്ള ശരത്ത്, 15 വയസ്സുള്ള സൗരവ് എന്നിവരാണ് മരിച്ചത്. തൃശൂർ അരിമ്പൂർ കൂട്ടാല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനയടഞ്ഞു. തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2ാം പാപ്പാന് പരിക്കേറ്റു. പാവറട്ടി തിരുവെങ്കടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി. ഞാറ്റിയാലെ ശങ്കരൻ നമ്പൂതിരി ഭാഗവത സപ്താഹ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഴ പെയ്യുന്നതിനായി പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വരുണജപം നടത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാദേവന് 1000 കുടം ജലധാര നടത്തി. പാഞ്ഞാൽ തോട്ടത്തിൽ മനയിലെ
രുദ്രയജ്ഞത്തിന് തുടക്കമായി 12 ദിവസങ്ങളിലായാണ് രുദ്രയജ്ഞം നടക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകും. നമസ്കാരം.